നാനാ ജാതികളും ഈ ദൈവത്തെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രശ്നപരിഹാരത്തിന് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പൊതുവെ അതിന്റെ ഒരു കൂടുതൽ മുത്തനെ സ്വീകരിക്കുന്നതും ആരാധിക്കുന്നതും അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതും ഇവിടുത്തെ ദളിത് കുടുംബങ്ങളാണ്. തിരുത്തിയുടെ പൊതു ആത്മീയ സ്വത്വം മുത്തൻ തന്നെ എന്നതിൽ ഒരു നിസ്തർക്കമായ വസ്തുതയാണ്. പക്ഷെ നമുക്ക് ചിലർ നമ്മളെ പോലുള്ള കുറെ ആൾക്കാർക്ക് തിരുത്തി മുത്തുന്നതിൽ കുറെ വിശ്വാസമുള്ള ആൾക്കാരാണ്. പലർക്കും പലതുകൊണ്ടും പല ആത്മീയമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പം ആ വർഷം പറഞ്ഞ സമയത്ത് അവർക്ക് ഒരു പ്രത്യേക മനസ്സിലൊരു ചൈതന്യം സൃഷ്ടിക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസം. കുംഭമാസത്തിലാണ് ഇവിടെ ഉത്സവം നടത്താറ്. തലമുറകളായി കാവുണർത്തുന്ന അവകാശം വെള്ളാരി കുടുംബത്തിനാണ്. മുത്തന്റെ ചരിത്രം തോറ്റൻപാട്ടുകളിലൂടെ പാടിക്കൊണ്ടാണ് ഇവർ കാവുണർത്തുന്നത്. പ്രധാനമായിട്ട് ദേവീക്ഷേത്രത്തിൽ ചെയ്യും തലേ ദിവസം വെള്ളിയാഴ്ച. ശനിയാഴ്ചയാണ് മറ്റേ ആളാഞ്ചേർക്കൽ. അതിന് വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്നാൽ ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ മുമ്പ് അവിടെ വാദ്യക്കാരൊക്കെ വരും. വാദ്യക്കാർ വന്നതിൻ്റെ ശേഷം അവരവിടെ ഇരിക്കുകയുള്ളൂ. ഞങ്ങളവിടെ ചെന്നതിൻ്റെ ശേഷം പിന്നെ അവർ കൂട്ടുമൊക്കെ ചെയ്യുള്ളൂ. അതിന് ആദ്യം ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങളെ അവകാശം ചെറിയ ചെണ്ടുണ്ടല്ലോ, ആ ചെണ്ടമ്മൽ ഞങ്ങൾ കാവുണർത്തണം. ഞങ്ങൾ കാവുണർത്തതിൻ്റെ ശേഷം അവിടെ കാവുണർത്തുള്ളൂ. പിന്നെ അന്നത്തെ ഉത്സവം അവിടെ കഴിയും. ഇവിടെ വെള്ളിയാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ കഴിയും. പിന്നെ ശനിയാഴ്ച രാവിലെ ഭഗവതി ക്ഷേത്രത്തിന് പിന്നെ എല്ലാ സാധനങ്ങളും പീഠം, വാള്, അരമണി, ഇങ്ങനെ ഈ സാധനങ്ങളെല്ലാം കൂടി ഒക്കെ എടുത്തിട്ട് ആളാഞ്ചിറയിലേക്ക് ഒരു എഴുന്നള്ളത്താണ്. ഈ എഴുന്നള്ളത്ത് പോകുന്ന സമയത്ത് അതിൻ്റെ പുറത്തിപ്പുറമുണ്ട് ഒരു ആൽത്തറയും ഒരു ക്ഷേത്രമൊക്കെ, പാലക്കോട്ടമ്മൻ്റെ. അവിടെയാണ് ഈ പാലക്കോട്ട നായരെ പാലും പഴമൊക്കെ അവരാണ് കൊടുക്കേണ്ടത്. അവിടുന്ന് പിന്നെ അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് ലേശം കഞ്ഞിയൊക്കെ ഉണ്ടാവും ഏതിലൊരു വീട്ടിൽ. ആ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ വന്നിട്ട് ഇവിടുന്ന് ചെണ്ടയും ഇതെല്ലാം കൂടി ഒക്കെ എടുത്തിട്ട് ആൾക്കാരെല്ലാം കൂടി പിന്നെ ആളാഞ്ചിറയിലേക്ക് ഒരു എഴുന്നള്ളത്താം. ആളാഞ്ചിറ ചെല്ലുമ്പോഴേക്കും അവിടെ കുറേ ആൾക്കാരൊക്കെ വരും. അവിടെ ചെന്ന് 3 പ്രദക്ഷിണമൊക്കെ വെച്ചതിൻ്റെ ശേഷം ആളാഞ്ചിറ തുറന്നതിൻ്റെ ക്ഷേത്രം തുറന്നിട്ട് അവിടെ വിളക്കൊക്കെ വെച്ച് പിന്നെ ഞങ്ങളെ ഈ പരിപാടിയായി. ഈ മുത്തപ്പൻ്റെ തോറ്റം ഈ കട മുഴുവൻ പിന്നെ തോറ്റായിട്ട് ചെല്ലും. അത് കഴിഞ്ഞ് അവിടെ കുറേ വെളിച്ചപ്പാടൊക്കെ ഉണ്ടാവും. അവിടെ കൂടിയ ആൾക്കാർക്കൊക്കെ ഏകദേശം കൽപ്പനയൊക്കെ കൊടുക്കണം. ആ കൽപ്പനയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഏകദേശം ഒരു 5 മണിയോട് കൂടി ഞങ്ങളവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പോരും, ക്ഷേത്രത്തിൽ പോരും. ക്ഷേത്രത്തിൽ പോരും പറഞ്ഞാൽ ഈ പാലക്കോട്ടമ്മേൻ്റെ അവിടെ വന്നാൽ പിന്നെ 2 കുട്ടിച്ചാത്തൻ്റെ പിന്നെ തോറ്റും 2 കുട്ടിച്ചാറിനെ കെട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഒരു 9-10 മണിയോട് കൂടി ഞങ്ങളവിടുന്ന് പിരിയുള്ളൂ. പറപ്പൂപ്പറയന്റെ മണ്ണും മലവാരവും, വെള്ളാരിപ്പറയന്റെ കെട്ടും പറയും, കിഴക്കിനി കണക്കന്റെ അരിയും തിരിയും, പടിഞ്ഞാറ്റിക്കണക്കന്റെ കയ്യും കർമ്മവും, പാലക്കോട്ട് നായരുടെ പാലും പഴവും, കോണാത്ത് തട്ടാന്റെ കള്ളും കലശവും, ഇവരൊക്കെയാണ് ഇവിടെ കർമ്മം ചെയ്യാനുള്ള അവകാശികൾ. വിഭിന്ന ജാതിയിൽപ്പെട്ട ആളുകൾ കർമ്മം ചെയ്യാനുള്ള അവകാശികൾ ആവുന്നത് തന്നെ മുത്തൻ ഒരു പ്രദേശത്തിന്റെ പൊതു സ്വത്വബോധമായി പരിണമിച്ചതുകൊണ്ടാണ്.